ഞാൻ ഫൈസൽ. നമുക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് ബില്ല് നമുക്ക് എപ്പോൾ ഉപയോഗിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബില്ല് അടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച്. പക്ഷേ ഉപ്പ് തിന്നെ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ പോലെ കറണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടക്കാതിരിക്കാൻ വേറെ വഴിയില്ല. പക്ഷെ നമുക്ക് ഏകയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ സൂര്യനാണ് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു സംഭവം. നമുക്ക് കാറ്റുണ്ടെങ്കിലും ഒരു ഡൊമസ്റ്റിക് വിൻഡ് ടർബൈൻ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അത്ര ടെക്നോളജി മെച്ചൂർഡ് ആവാത്തതുകൊണ്ടും നമ്മുടെ കാലാവസ്ഥ അതിന് അനുയോജ്യമായി അല്ലാത്തതുകൊണ്ടും നമുക്ക് എപ്പോഴും സോളാറിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ സോളാർ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സോളാർ എന്തുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സോളാർ സിസ്റ്റം, ഒന്ന് ഓൺ ഗ്രിഡ് സിസ്റ്റം, ഒന്ന് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓഫ് ഗ്രിഡ് സിസ്റ്റം. എങ്കിലും ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം. അതായത് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഡുമായി കണക്ട് ആയിരിക്കുന്നത്. ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈദ്യുതി ലൈനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ ഒരു എക്സ്ട്രാ ഒരു ബാറ്ററി സിസ്റ്റം വെച്ച്, കാരണം സോളാറിൽ നിന്ന് വരുന്നതിന് നമ്മൾ ശേഖരിച്ച് വെച്ച് നമ്മുടെ സോളാർ കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിനാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററി നിർബന്ധമാണ്, ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററി ആവശ്യമില്ല. ഇത് രണ്ടും കൂടാതെ ഇത് രണ്ടിൻ്റെ ഒരു മിക്സ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം വരുന്നത്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ നമ്മളതൊരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലോട്ട് ഇറക്കി പിന്നീട് ഒരു നെറ്റ് മീറ്റർ വഴി നമ്മൾ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സോളാറിൽ നിന്ന് ഉണ്ടാക്കുന്ന DC പവറിനെ AC ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഇൻവെർട്ടർ അവിടെ ഉണ്ടായിരിക്കും. അത് ഒരു നെറ്റ് മീറ്റർ സംവിധാനത്തിലൂടെ ഇറങ്ങിപ്പോയി KCB ഗ്രിഡിലോട്ട് കണക്ട് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്പോർട്ട് എന്ന രീതിയിലും KCB അതായത് സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കുന്നതിന് എക്സ്പോർട്ട് എന്ന രീതിയിലും നെറ്റ് മീറ്റർ രേഖപ്പെടുത്തും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധാരണ പറയുന്ന ഒരു കണക്ക് പ്രകാരം നമ്മൾ 1 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർ ഡേ 4 യൂണിറ്റ് പ്രൊഡക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഒരു 720 യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു 3 കിലോവാട്ട് സിസ്റ്റം ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് 2 മാസം കൂടുന്ന സമയത്ത് നമുക്ക് 720 യൂണിറ്റ് നമ്മുടെ സോളാർ പവർ പ്ലാന്റ് തരുന്നു. അപ്പോൾ നമ്മുടെ ഉപയോഗം ഒരു 750 യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ 30 യൂണിറ്റിന്റെ കാശ് മാത്രമേ നമുക്ക് മന്ത്ലി, അതായത് നമുക്ക് മന്ത്ലിയല്ല ബില്ല് വരുന്നത്, 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത്. ബില്ല് വരുന്ന സമയത്ത് അടയ്ക്കേണ്ടതായി വരുന്നുള്ളൂ. പ്ലസ് മിനിമം ഫിക്സഡ് ചാർജസും കുറച്ച് ചെറിയ ചാർജസ് ഉണ്ടായിരിക്കും, അതുകൂടെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു വേറെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് കുറവും എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതലുമാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇയർലി സെറ്റിൽമെന്റ് ആണ് കിട്ടുന്നത്. അതായത് നമുക്കൊരു 720 യൂണിറ്റ് നമ്മുടെ സോളാർ പവർ പ്ലാന്റ് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്തു, നമ്മൾ ആകെ യൂസ് ചെയ്തത് ഒരു 500 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു 200 യൂണിറ്റിന്റെ ഒരു സർപ്ലസ് അവിടെ ഉണ്ട്. ഇത് ഇയർലി ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് സെപ്റ്റംബർ മാസത്തിലാണ് ഇത് സെറ്റിൽ ചെയ്യും. സെപ്റ്റംബർ മാസത്തിൽ സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള ടോട്ടൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആകുമ്പോൾ കൂടുതൽ എക്സ്പോർട്ട് ആയിരിക്കും. അപ്പോൾ ആ എക്സ്പോർട്ടിനുള്ള എമൗണ്ട് KCBയുടെ താരിഫ് ഓരോ സമയത്തും മാറ്റം വരാറുണ്ട്. ഒരു 2.8 മുതൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം 2.8 എന്ന് വരികയാണെങ്കിൽ ഒരു വർഷത്തോട് ഒരു 1000 യൂണിറ്റ് നമ്മൾ അധികം കൊടുത്തു എന്നെങ്കിൽ നമുക്ക് ആ സെപ്റ്റംബറിൽ 1000 × 2000 2.8 അതായത് 2800 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പിന്നെ അടുത്തൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ആണ്. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഗ്രിഡുമായിട്ട് കണക്റ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് പർപ്പസും അങ്ങനത്തെ കാര്യങ്ങൾക്കും എല്ലാം ഗ്രിഡുമായി കണക്റ്റഡ് ആണെങ്കിൽ പോലും ഒരു ഗ്രിഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോളാർ സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം. അതായത് നമ്മൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിൽ നിന്നുള്ള വൈദ്യുതിയെ നമ്മൾ ഒരു സോളാർ ചാർജ് കൺട്രോളറിലൂടെയോ അല്ലെങ്കിൽ സോളാർ ഇൻവെർട്ടറിലൂടെയോ കയറ്റി ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് സിമ്പിളായിട്ട് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു സംഭവമാണ് സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം എപ്പോഴും ഒരു നഷ്ടമാണ് എന്ന് പറയുന്നത്. അതായത് ബാറ്ററി എന്ന് പറയുന്ന ഒരു ബാറ്ററി ബാങ്ക് നമുക്ക് ഒരു 5-6 വർഷം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു വലിയ നഷ്ടം എല്ലാവരും പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ മുന്നൊക്കെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പണ്ട് സോളാർ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ബാറ്ററി പലപ്പോഴും സോളാർ സ്പെഷ്യലൈസ്ഡ് ബാറ്ററി ആയിരുന്നില്ല. അപ്പം അങ്ങനത്തെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനത്തെ ഒരു ബാറ്ററി നമ്മൾ ഈ സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന ഒരു പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ആളുകൾ പലപ്പോഴും ഇതെല്ലാം നമ്മൾ എത്രത്തോളം ഓരോ പെർ ഡേ നമ്മൾ ഇതിനെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, അതായത് എത്ര 50% ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം 50% വീണ്ടും ചാർജ് ചെയ്യാം, അപ്പോൾ ഒരു സൈക്കിളായി. പക്ഷെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ഡെപ്ത് കൂടുന്ന സമയത്ത്, അതായത് നമ്മൾ ഡെയിലി ബാറ്ററിയെ ഒരു 100% ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഒരു സൈക്കിളാണ്. നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിലും പറയാറുണ്ട്, ഒരു മനുഷ്യന് എത്ര അരി കഴിക്കണം എന്നുള്ളത് അയാളുടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നു അത്രത്തോളം അയാളുടെ ആയുസ് കുറയുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബാറ്ററിയുടെ കാര്യം. നമ്മൾ അതിന്
ഒരു സ്പെസിഫിക് സൈക്കിളാണ് അതിനുണ്ടാകുന്നത്. ആ സൈക്കിൾ നമ്മൾ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് അതിന്റെ എന്താ പറയുക അവസാനമാകും. അപ്പൊ നമ്മൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ സംസാരിക്കാം. എങ്കിലും ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റവും ഇന്നത്തെ കാലത്ത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് പലപ്പോഴാണെങ്കിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ കറണ്ട് ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും KCBയിൽ നേരിടാറുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം മുടക്കം വരാതിരിക്കാൻ നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നുണ്ട്. പക്ഷെ ഇൻവെർട്ടർ വെക്കുമ്പോൾ അതിലോട്ടൊരു സോളാർ സോഴ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബാറ്ററി ആൾറെഡി ഒരു ബാറ്ററി ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് അതിലോട്ടൊരു സോളാർ സോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയി നടക്കും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ലാഭത്തിന് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ കൺവീനിയൻസിനും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിനും അതിൻ്റെതായ പ്രത്യേകതയും ഗുണങ്ങളും ഉണ്ട്. ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓൺ ഗ്രിഡ് ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഓൺ ഗ്രിഡ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതും ഓഫ് ഗ്രിഡ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഒരു ചെറിയ പ്രോസ് ആൻഡ് കോൺസ് ആണ് പറയാൻ പോകുന്നത്. അത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു ബില്ലിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതായത് ഒരു വലിയൊരു അത്യാവശ്യം നല്ല ബില്ല് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്ററി ബാങ്കിന്റെ ഒരു മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ബില്ലിന് ഇല്ലാതാക്കാൻ കഴിയും. പക്ഷെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് KCB ലൈനിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സോളാർ പാനലിന്റെ യാതൊരു വിധ ഗുണവും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു 9 മുതൽ 5 വരെ കറണ്ട് പോകുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു. അതേസമയം നമുക്ക് ആ സമയത്ത് നമ്മുടെ വീട്ടിലെ നോർമൽ ഇൻവെർട്ടറിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം നിങ്ങൾക്ക് ലാഭം തരുന്നുണ്ട്. അതായത് സോളാർ സിസ്റ്റത്തിന് ലാഭം തരുന്നുണ്ട്, ഒരു മെയിൻ്റനൻസ് ഉണ്ട്, ഒരു ബാറ്ററിയുടെ ഒരു മെയിൻ്റനൻസ് അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിലും ഒരു ഏറ്റവും വലിയ കൺവീനിയൻസ് ആണ്. കാരണം നമുക്ക് രാവിലെ ഈ പറഞ്ഞ പോലെ കറണ്ട് പോയി എന്നുണ്ടെങ്കിൽ ആ കറണ്ട് പോയ സമയത്ത് ഈ സോളാർ പാനലിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന് നമുക്ക് നമ്മുടെ KCB കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ടേഴ്സ്, രണ്ട് സിസ്റ്റത്തിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഗുണങ്ങളും ഗുണദോഷങ്ങളും, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു സോളാർ സിസ്റ്റം കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം വെക്കുന്ന സമയത്ത് ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഓഫ് ഗ്രിഡ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ വീഡിയോയുമായി വീണ്ടും കാണാം എന്ന്